അലീന ബാലചന്ദ്രനോട് തുറന്നു പറയുകയാണ്. ഞാനാണ് വൈജയന്തിയുടെ സ്വന്തം മകൾ. വൈജയന്തി കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവർക്ക് ഉണ്ടായ മകളാണ് താനെന്ന് അലീന തന്നെ സ്വയം വെളിപ്പെടുത്തുകയാണ് ബാലചന്ദ്രനോട്. ആശുപത്രിയിൽ നിന്ന് ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തുന്നു. മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന ബാലചന്ദ്രനോട് അങ്ങനെ അലീന തന്നെ ചെന്ന് രഹസ്യമായി ഈ കാര്യം പറയുന്നു. ബാലചന്ദ്രന് ആദ്യമൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ബാലച്ചൻ ഈ രഹസ്യം തേടിയാണ് ഇവിടെ നിന്ന് പോയതെന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഈ രഹസ്യം ഞാനിനി മൂടി വെക്കുന്നത് ശരിയല്ല എന്ന് പറയുകയാണ്. ഇവിടെ വന്ന ശേഷമാണ് ഞാൻ എൻ്റെ അമ്മയെപ്പറ്റി അറിയുന്നത്. വൈജയന്തിയാണ് എൻ്റെ സ്വന്തം അമ്മയെന്ന് ബാലനോട് വെളിപ്പെടുത്തുകയാണ് അലീന. ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ സത്യം ബാലച്ചനോട് വെളിപ്പെടുത്തുന്നത്. എന്നെ ശപിക്കരുത്, എന്നെ വെറുക്കരുത്, ആ പഴയ സ്നേഹം എന്നോടുണ്ടാകണമെന്ന് പറയുകയാണ്. വൈജയന്തിയോട് ഈ രഹസ്യം ഇപ്പോൾ തുറന്ന് പറയരുതെന്ന് ബാലചന്ദ്രൻ അവിടെ അപേക്ഷിക്കുകയാണ്. അങ്ങനെ അലീന ബാലചന്ദ്രന് ഈ രഹസ്യം കേട്ട് ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു നിന്ന് പോവുകയും വിശ്വസിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അലീന തെളിവുകൾ സഹിതമില്ല